ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഡിസംബർ 26 കേരള ബോക്സ് ഓഫീസിൽ നിറഞ്ഞോടുന്ന 6 ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സർവമായ, വൃഷഭ, ബബ്ബബ്ബ, അവതാർ, മിണ്ടിയും പറഞ്ഞും, കളങ്കാവൽ, ഇത്ര ചിത്രങ്ങളുടെയാണ് നമുക്ക് ഈ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളിൽ കടന്നു വരാം. അതിന് മുന്നോടിയായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർവമായ രണ്ടാം ദിനത്തിലേക്ക് കടക്കുന്ന ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ വിപ്ലവം സൃഷ്ടിക്കുക തന്നെയാണ്. ആദ്യ ദിനം 8 കോടിയോളമാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡായിട്ട് നേടാൻ കഴിഞ്ഞത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3,40,00,000 രൂപ നേടിയ ചിത്രം ഗൾഫിൽ നിന്നും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും 3.5 കോടിക്കടുത്ത് നേടുകയും ചെയ്തു. ഇന്ന് രണ്ടാം ദിനത്തിലെ കളക്ഷൻ റിപ്പോർട്ടുകളിൽ 1138 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 2,05,000 മുകളിലുള്ള ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയിരിക്കുന്നു. 66.66% ഒക്യുപ്പൻസിയിൽ സിനിമ ഏകദേശം 800-നടുത്തുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും ഫാസ്റ്റ് ഷോകളും ആയിട്ട് നിൽക്കുന്നു. ഏകദേശം 39ഓളം ഹൗസ്ഫുൾ ഷോകളും ഉണ്ട് എന്ന് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. ഇന്ന് ഇതുവരെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 3,40,99,000 രൂപയോളമാണ്. അതായത് 3,42,00,000 രൂപ എന്ന് പറയാം. ഇന്നലെ ഫൈനലായി വന്നത് 3,19,60,000 അതായത് ഇന്ന് സിനിമ 3,80,00,000 രൂപയും കടന്നിരിക്കുന്നു. 4 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു. ഫൈനലായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 4.5 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ്. അതായത് ആദ്യ ദിനം 8 കോടി നേടിയ സിനിമ രണ്ടാം ദിനം 12 കോടിക്കടുത്ത് നേടുമെന്നുള്ള പ്രതീക്ഷ. 2 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു സിനിമ 20 കോടിയോളം നേടും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. എന്താണെങ്കിലും ഇവിടെ ബോക്സ് ഓഫീസിൽ ഈ ഒരു ക്രിസ്മസ് സീസണിൽ കളങ്കാവലിന് തൊട്ട് പിന്നാലെ ആദ്യ 2 ദിനങ്ങളിലും മികച്ച കളക്ഷനുമായി ഈ സിനിമ മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഈ ഒരു സിനിമ ഒരു ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റുമായി വന്ന് എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ചിത്രമായി മാറ്റി. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി, അജു വർഗീസ് തുടങ്ങിയവരാണ് ഇതിനകത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്. എന്താണെങ്കിലും നിവിൻ പോളിയുടെ 7 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു വമ്പൻ വിജയം എന്ന് തന്നെ പറയാം. ഏറെയും ആളുകൾ കാത്തിരുന്ന വിജയം തന്നെയാണ്. നിവിൻ പോളിക്കല്ലാതെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറെയും പ്രേക്ഷകർ പറയുന്നത്. ഇനി മോഹൻലാൽ നായകനായി എത്തിയ വൃഷഭയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ദിനം 85 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡായിട്ട് കളക്ഷനായി നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം രണ്ടാം ദിവസം വലിയ ഒരു ഇടിവുണ്ടെങ്കിലും കേരള ബോക്സ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്കും മുകളിൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയുന്നത്. ആദ്യ ദിനം 45 ലക്ഷം രൂപയോളം 606ഓളം ഷോകളിൽ നിന്ന് 22,200ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് രണ്ടാം ദിനം 405ഓളം ഷോകളാണ് സിനിമയ്ക്ക് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ 4,000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 6,73,000 രൂപയോളം കളക്ഷനായി വന്നു. സിനിമയ്ക്ക് ഒരു ഡിസാസ്റ്റർ മൂവി എന്നുള്ള പേര് ഓൾറെഡി വന്നു കഴിഞ്ഞു. നെഗറ്റീവാണ് സിനിമയുടെ മുഴുവനായിട്ടുള്ള ആ ഒരു റിവ്യൂ വന്നിരിക്കുന്നത്. ഇന്ന് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ സംഭവമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ആദ്യ ദിനം സിനിമ നേടിയത് 45 ആണെങ്കിൽ രണ്ടാം ദിനം 10 ലക്ഷം 55 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം. വേൾഡ് വൈഡായിട്ട് സിനിമ ഇന്നത്തോടെ 1.5 കോടിക്കടുത്ത് എത്തും, അല്ലെങ്കിൽ 1.25 കോടിയെങ്കിലും എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ സമീപകാലത്ത് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിസാസ്റ്റർ മൂവിയായി ഈ ഒരു ചിത്രം മാറുകയാണ്. ഈ വർഷം വലിയ രീതിയിലുള്ള 250 കോടിക്കും 300 കോടിക്കും അടുത്തുള്ള കളക്ഷൻ നേടിയ ചിത്രത്തിൻ്റെ പിന്നാലെ വലിയ ഇടിവോടെ മോഹൻലാൽ ചിത്രം പുതിയതായി വരുന്നു. ഇനി നമുക്ക് അവതാറിൻ്റെ കഥകളിലേക്ക് കടക്കാം. അവതാർ 8 ദിനങ്ങൾ പിന്നിടുകയാണ്. 187ഓളം ഷോകളിൽ നിന്ന് 12,900ഓളം ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. 32% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് 33 ലക്ഷം രൂപയോളമാണ്. അതായത് 50 ലക്ഷം രൂപ ഇന്നും സിനിമയ്ക്ക് വരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 7 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം വമ്പൻ വിജയമായി മാറുകയാണ്. ഇതിനകത്തിൽ ക്ഷമിക്കാം, ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത ഈ ഒരു സീരീസിലെ മറ്റൊരു ചിത്രമായി വരുന്നു അവതാർ ഫയർ ആൻഡ് ആഷ് എന്നുള്ളത്. അവതാർ സിനിമകൾ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരമാണ്. ഇവിടെ ഇന്നലെയും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ വന്നു. ഫൈനലായി ട്രാക്ഡ് കളക്ഷൻസ് 53 ലക്ഷം രൂപയോളമായിരുന്നു. ഇനി നമുക്ക് ബബ്ബബ്ബയുടെ വിശേഷങ്ങളിലേക്ക് കടന്നു പോകാം. ദിലീപ് ചിത്രമായ ബബ്ബബ്ബ ഒരാഴ്ച പിന്നിടുകയാണ്. 10ാം ദിനത്തിലേക്ക് എത്താൻ പോവുകയാണ് നാളെ കൊണ്ട് സിനിമ. ഇന്ന് 574ഓളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 27,500-നടുത്തുള്ള ടിക്കറ്റുകളാണ് സിനിമയുടേതായി ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. 20% സിനിമയുടെ ഓവറോൾ ഒക്യുപ്പൻസി വന്നത്. ആദ്യമായിട്ട് സിനിമയ്ക്ക് 1 കോടിക്ക് താഴെ പോകുന്ന ദിനമാകുന്നു ഇന്ന്. 41,99,000 രൂപയോളമാണ് കളക്ഷനായി പുറത്ത് വന്നിരിക്കുന്നത്. സിനിമ ഇന്നലെ വരെ 1 കോടിക്ക് മുകളിലാണ്. ഇന്നലെ റെക്കോർഡ് കളക്ഷനാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. 1,11,86,000 രൂപ ട്രാക്കിങ്ങിലൂടെ തന്നെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. അതും 805 ഷോകളിൽ നിന്ന് 73,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ. അതായത് 1,30,00,000 രൂപയോളമാണ് സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻ വന്നത്. അതേ സ്ഥാനത്ത് ഇന്ന് 70 ലക്ഷം രൂപയ്ക്ക്
രൂപയ്ക്ക് അടുത്ത് ആയിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷനായി വരാൻ പോകുന്നത്. ഇനിയും ഈവനിങ് നൈറ്റ് ഷോസ് ആളിപ്പടർന്നാൽ ഒരുപക്ഷേ 1 കോടിയിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഷോ കൗണ്ടുകൾ വലിയ രീതിയിൽ കുറഞ്ഞു. ഇന്നലെ 800 ആയിരുന്നെങ്കിൽ ഇന്ന് 570ലേക്ക് താഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മോഹൻലാലും ദിലീപും അരങ്ങ് തകർത്ത ഈ ഒരു ചിത്രം മറ്റ് ചിത്രങ്ങളുടെ വരവിൽ ഒരു കുത്തൊഴുക്കിൽ തന്നെ താഴേക്ക് പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനോടകം സിനിമ 50 കോടി ക്ലബിലേക്ക് കയറുമെന്നുള്ള പ്രതീക്ഷയാണ് വരുന്ന ആഴ്ചയോടെ. ഒരുപക്ഷെ ഒരു ഡിസാസ്റ്റർ മൂവി ആകാനുള്ള ചാൻസുകളാണ് ഈ ഒരു സിനിമയ്ക്കും ഇപ്പോൾ കാണുന്നത്. വേറെ ഒന്നുമല്ല, ബഡ്ജറ്റ് തന്നെയാണ് ഇതിൻ്റെ പ്രധാന വില്ലൻ. അല്ലെങ്കിൽ ഈ ഒരു സിനിമയും മികച്ച വിജയം നേടേണ്ടതാണ്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടിയിലേക്ക് സിനിമ എത്തുകയാണ്. മമ്മൂട്ടിയുടെ കളങ്കാവൽ കളം നിറഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ വേറെ ഒരു വാർത്തകൾ കൂടി വരികയാണ്. ഈ സിനിമയുടെയും തിയേറ്റർ കൗണ്ടുകൾ ഇന്നലെ കുറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് തിയേറ്റർ കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നലെ സിനിമയ്ക്ക് 25 ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞു. ഏകദേശം 105 ഷോകളിൽ നിന്ന് എന്ന് പറയാം. ഇന്ന് സിനിമയ്ക്ക് 112ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 5500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 29% ഒക്യുപ്പൻസിയിൽ സിനിമ 10 ലക്ഷം രൂപയ്ക്കടുത്താണ് ഇന്ന് ട്രാക്ഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് 9,32,753 രൂപ എന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. അതായത് 15 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇതുവരെയുള്ള ഒരു കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ അതിന് മുകളിലുമാകാം. കാരണം ഏറിയ പങ്കും ആളുകൾ ടിക്കറ്റ് എടുക്കുന്നത് ഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ. എന്തായാലും മികച്ച രീതിയിലുള്ള തിയേറ്റർ ഹോൾഡ് ചെയ്യാൻ കഴിയാത്തതാണ് മമ്മൂട്ടി കമ്പനിയുടെ വലിയ പരാജയമായി നമുക്കിവിടെ കാണേണ്ടത്. കാരണം നല്ല സിനിമയെന്ന് പേരെടുത്ത ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37 കോടിയും വേൾഡ് വൈഡ് ആയിട്ട് 84 കോടിക്ക് മുകളിലും നേടി മമ്മൂട്ടി സിനിമകളിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം. എന്നിട്ടും മമ്മൂട്ടിക്ക് ഈ ഒരു സിനിമയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും അഭിപ്രായത്തിൻ്റെ കാര്യത്തിലും ചർച്ചകളുടെ കാര്യത്തിലും ഈ ഒരു സിനിമയെ വെല്ലുവിളിക്കാൻ വേറെ ഒരു ചിത്രവും വളർന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഹിന്ദി ബോക്സ് ഓഫീസിൽ പോലും ഈ ഒരു സിനിമ ചർച്ചയാവുന്നു. മമ്മൂട്ടിക്കായി മുറവിളി കൂട്ടുന്നു ഹിന്ദി സിനിമാ ലോകം എന്ന് തന്നെ പറയാം. മമ്മൂട്ടിയെ ഒരുപാട് അപ്രോച്ച് ചെയ്യുന്നു ഒരു ഹിന്ദി സിനിമയ്ക്ക് വേണ്ടി എന്നുള്ളത്. മമ്മൂട്ടി അതിന് പിടികൊടുക്കുന്നില്ല എന്നുള്ളതുമാണ്. എന്തായാലും ഇതിനോടകം തന്നെ 21,000 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. 19,28,000ഓളം ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് കണ്ടതായി പറയുന്നു. ഓവറോൾ തിയേറ്റർ ഒക്യുപ്പൻസി 34% ആയിട്ട് കാണുകയും ചെയ്യുന്നു. എന്തായാലും ട്രാക്കിങ്ങിലൂടെ തന്നെ സിനിമ വമ്പൻ കളക്ഷൻ നേടി. അതായത് ബഡ്ജറ്റിൻ്റെ 8 ഇരട്ടിയോളമാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. 2025 ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിൽ ഏറ്റവും ടോപ്പിൽ 3-ഓ 4-ാം സ്ഥാനത്താണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ നിൽക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു പോകാം. മിണ്ടിയും പറഞ്ഞും ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ ചിത്രം ആരും അധികം അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇന്നലത്തെ ഈ റിലീസ് അരുൺ ബോസ് ആണ് സംവിധാനം ചെയ്തത്. അപർണ ബാലമുരളിയാണ് സിനിമയിൽ നായികയായി എത്തിയിട്ടുള്ള. സിനിമയ്ക്ക് ഇന്നലെ 132ഓളം ഷോകളാണ് ഉണ്ടായിരുന്നത്. 2400ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 10%-നടുത്ത് 3,78,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസിലൂടെ സിനിമ നേടിയത്. അതായത് 6 ലക്ഷം രൂപയ്ക്കടുത്ത് സിനിമയ്ക്ക് ഇന്നലെ ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞു. ഇന്ന് 90ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സിനിമയുടേതായി 1135ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. 6.5% ഒക്യുപ്പൻസിയിൽ സിനിമ 1,88,000 രൂപയോളമാണ് കളക്ഷനായി നേടിയിരിക്കുന്നത്. അതായത് 2.5-3 ലക്ഷം രൂപ വരെയാണ് സിനിമയുടെ കളക്ഷൻ. 2 ദിവസം കൊണ്ട് സിനിമയ്ക്ക് വലിയ കളക്ഷനൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു കളക്ഷൻ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക. കൂടുതൽ മറ്റ് സിനിമകളുടെ വിശേഷങ്ങൾ അറിയണം, കളക്ഷൻ റിപ്പോർട്ട് അറിയണമെങ്കിൽ അതും ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം.